മടിച്ചു കൊണ്ടുപോയി ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് അവിടെ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ മുഴുവനും കൊണ്ടുപോയി VIP-മാരുടെ വീടുകളിൽ വെച്ച് പൂജിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരായി പോറ്റി? ഈ പോറ്റി എങ്ങനെ ശബരിമലയിൽ കടന്നു വന്നു? ഈ പോറ്റി ആര് കൊണ്ടുവന്നു? ആരും കൊണ്ടുവന്നവരില്ല. മന്ത്രി പറയുന്നു ഞാൻ അറിഞ്ഞില്ല. പിന്നെ ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ആരും കൊണ്ടുവന്ന പിണറായി വിജയൻ തന്നെയാണോ കൊണ്ടുവന്നത്? ഇതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ല, മന്ത്രിക്കറിയില്ല, കമ്മീഷണർക്കറിയില്ല, ഡെപ്യൂട്ടി കമ്മീഷണർക്കറിയില്ല, അഡ്മിനിസ്ട്രേറ്റർക്ക് അറിയില്ല. പിന്നെ കൊണ്ടുവന്നത് പിണറായി വിജയൻ തന്നെയാണോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ SIT വെച്ച് അന്വേഷിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഈ അമൂല്യ വസ്തുക്കൾ മുഴുവനും കൊണ്ടുപോയി ഉരുക്കി ഒരംശം പോലും സ്വർണമില്ലാതെ ചെമ്പാക്കി കൊണ്ടുവന്നപ്പോൾ അകത്ത് കിടക്കുന്ന പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് വെട്ടി, സ്വർണം വെട്ടി ചെമ്പെന്നെഴുതി ചേർത്തു. അതിനായിട്ട് അകത്ത് കിടക്കുന്നു. എത്ര പേരാണ്? 4 നേതാക്കന്മാർ. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത 4 നേതാക്കന്മാർ ജയിലിൽ. കൂടാതെ പിണറായി വിജയന്റെ തന്നെ അകമ്പടി സേവിക്കുന്ന അനുവാചകന്മാരായ അനുരഞ്ജനന്മാരായ ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റർ, ക്ലാർക്ക് തുടങ്ങി എല്ലാവരും. ഇനി അവിടുത്തെ തൂപ്പുകാരൻ വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർന്ന് വെച്ചവർ മാത്രമേ ശബരിമലയിലുള്ളൂ. അല്ലാതെ ആരും തന്നെ ശബരിമലയിലില്ല. അവരെല്ലാം കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട്, ഈ അവധൂതനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? തിരുട്ട് ഗ്രാമത്തിൽ പോലുമില്ലാത്ത അത്രയും വലിയ കൊല്ലക്കാരൻ. അവൻ പിണറായി വിജയനായിരിക്കാം. വീരപ്പനേക്കാൾ വലിയ വീരപ്പനായ പിണറായി വിജയൻ ഈ നാട് കട്ടുമുടിച്ച് ഈശ്വരാധീനം എന്ന് പറയുന്നത് അവർക്കില്ല. ഈശ്വര വിശ്വാസമല്ല. നിരപരാധികളായി